അതെ, അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കുറച്ച് ലേറ്റായി പോയിട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓണത്തിൻ്റെ തലേദിവസം ഞാനും സെൽമ മോളും കൂടെ പൂ പറിക്കാൻ വേണ്ടി ബൂട്ട് പാർക്കിലേക്ക് പോകുന്ന പോക്കാണ് കേട്ടോ ഇത്. പോകുന്ന വഴിക്ക് കണ്ടതാണ് ഇവനെ. അങ്ങനെ കുറച്ച് കായും കുറച്ച് ഇലയും കുറച്ച് പൂക്കളും പറിച്ച് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ ഉള്ളതായി. പിന്നെ നമ്മൾ കുറച്ച് പൂ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സെൽമ മോളും നീതുമോളും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പ്രേമല സിനിമയൊക്കെ കണ്ട് പൂവൊക്കെ പിച്ചു കേട്ടോ. പിന്നെ ഇവിടെ മൊത്തം കലാകാരന്മാരായതുകൊണ്ട് വരയ്ക്കലും പൂവടലും ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു. ഓണത്തിൻ്റെ 1 മാസം തൊട്ടേ നമുക്കിവിടെ പരിപാടികൾ തുടങ്ങും കേട്ടോ. ഒരുപാട് അസോസിയേഷൻ്റെ ഓണപരിപാടികൾ, അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കുള്ള ഓണപരിപാടികൾ. എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാൾ കൂടുതൽ മലയാളികൾ ഇവിടെയാണ് ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടിപൊളി ഒരു പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ വരച്ച് നല്ല അടിപൊളി പൂക്കളൊക്കെ ഇട്ടു. അങ്ങനെ വേണ്ട പൂക്കളൊക്കെ ഇട്ടതാ നമ്മളവിടെ എല്ലാം ക്ലീൻ ആക്കിയത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ടില്ലേ? ഉള്ള പൂക്ക് വെച്ച് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ പൂക്കളം ഇട്ടത്. ഓണമാകുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഒരുങ്ങണമല്ലോ. നല്ല സെറ്റ് സാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി നല്ല മലയാളി മംഗന്മാരായി വരാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുങ്ങാൻ പോയി. പിന്നെ ഞങ്ങളെല്ലാവരും സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഓണം കൂടാൻ വേണ്ടി വന്ന അരവിന്ദായിരുന്നു കേട്ടോ നമ്മുടെ ക്യാമറമാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുങ്ങി ഒരു സൈഡിൽ പപ്പടം വറുക്കുന്നുണ്ട്, ഒരു സൈഡിൽ നീതുമോൾ എല്ലാ സാധനങ്ങളും അടിപൊളിയായിട്ട് എടുത്തു വെക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഓണസദ്യ വാങ്ങുമായിരുന്നു കേട്ടോ. ഈ വർഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഓരോ വീട്ടിൽ നിന്ന് 2 കൂട്ടം കറിയും അതുപോലെ തന്നെ പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾക്ക് 8 കൂട്ടം കറിയും പപ്പടവും പഴവും 2 കൂട്ടം പായസവും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പൂക്കളത്തിൻ്റെ ചുറ്റും നിലത്തിരുന്ന് ഓണസദ്യ കഴിച്ചു കേട്ടോ. എല്ലാവരും ഉണ്ടാക്കിയതായതുകൊണ്ട് അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. കറികൾക്കെല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടെ ചുറ്റും ഇരുന്ന് കഴിക്കുക എന്ന് പറയുന്നതല്ലേ ഏറ്റവും വലിയ ഓണത്തിന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ 2 കൂട്ടം പായസമൊക്കെ കുടിച്ച് എല്ലാവരും മൊത്തമായിട്ട് ഇതിൽ നടക്കുമായിരുന്നു കേട്ടോ. ഇന്ന് ഓണായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ കാലാവസ്ഥ ഭയങ്കര ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു കേട്ടോ. അത് കാരണം നമ്മൾ പ്ലാൻ ചെയ്ത ഗെയിമുകളും കാര്യങ്ങളൊന്നും നമുക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെല്ലാവരെയും പറ്റിച്ച് 2 ബിരുദന്മാർ അവിടെ ടേബിളിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. ഫോട്ടോ സെക്ഷൻ ഇല്ലാത്ത പരിപാടി നമുക്കില്ലല്ലോ. അങ്ങനെ ക്യാമറമാൻ നമ്മുടെ അരവിന്ദിനോടൊപ്പം നമ്മൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ വർഷത്തെ ഓണം നമ്മളങ്ങനെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു.